ഹലോ, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇന്നലെ ഇവിടെ ശനിയാഴ്ചയായിരുന്നു, അവിടെ ശനിയാഴ്ചയായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ ഇവിടെ സാബത്ത് ആചരണമാണ്. നമ്മളിവിടെ അതിന് ശബാത്ത് എന്ന് പറയും. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ടും ഇവിടെയുള്ള കാര്യങ്ങൾ സാബത്താചരണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പല രീതിയിലാണ് ഇവരുടെ ആചരണങ്ങൾ വരുന്നത്. നമുക്ക് ഒരു മുൻപരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ഫോണൊന്നും അധികം എടുക്കുകയോ വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു ആഘോഷമാണ് ഇവിടെ സാബത്താചരണം എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി നല്ലതുപോലെ ക്ലീനൊക്കെ ആക്കണം. എന്നിട്ട് നമ്മൾ വീട്ടിൽ അവിടെയൊക്കെ നവംബർ 1 നമ്മൾ മരിച്ചവരുടെ പ്രാർത്ഥിക്കുന്ന കണക്ക് ഇവർ എല്ലാ ആഴ്ചയിലും ഈ സാബത്ത് ആചരിക്കും. നമ്മുടെ വീട്ടിൽ എത്ര പേര് മരിച്ചു പോയോ അവരുടെ എണ്ണം കണക്കാക്കി മെഴുകുതിരി കത്തിച്ച് ആ ഒരു ദിവസം അവർ പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യം നടക്കുമെന്നാണ് ഇവിടുത്തെ അമ്മമ്മ പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, നീ എന്ത് പ്രാർത്ഥിച്ചാലും ഈ ഒരു ദിവസം അത് നടക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു നല്ലൊരു ദിവസം ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. അങ്ങനെ ഇനി നമുക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും വരുന്നില്ല. നമ്മുടെ സാധാരണ ഒരു ദിവസത്തെ പോലെ ഒരു ദിവസം കടന്നു പോകുന്നു. എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, സുഖമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാനും പറഞ്ഞു. നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അന്നേരം നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മളൊന്ന് വിളിച്ചാൽ നമ്മുടെ കോള് അറ്റൻഡ് ചെയ്യാനോ ആരും ഉണ്ടാവില്ല. തിരിച്ച് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ പോലും ഒരു വ്യക്തി ഉണ്ടാവില്ല. ഞാനിത് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയണേ. അപ്പോൾ ഇപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് പല കോളുകൾ വരുന്നുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ജോലി എന്ന് ചോദിച്ചിട്ട്, ഞങ്ങളെ ആരും മറക്കരുതെന്ന് പറഞ്ഞിട്ട് കുറേ കോളുകൾ മെസ്സേജുകൾ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അവരോടൊന്നും ഒരു പരിഭവമോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ദൈവം തരും എന്ന് ഞാൻ അടിയുറച്ച് ഈ നിമിഷവും വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതും. അപ്പോൾ എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. അവരോടൊക്കെ സന്തോഷം, സ്നേഹം മാത്രമേ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. എല്ലാവരെയും ഒരു പുഞ്ചിരിയിൽ കണ്ടുമുട്ടാനും അവരോട് ഇടപഴകാനുമാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോഴും നമ്മളോട് ഒരു മോശമായ ഒരു സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോഴും നമ്മൾ അവിടെ പതറിപ്പോകാതെ നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ മുമ്പോട്ട് ഇറങ്ങിയത് അത് മുറുകെ പിടിക്കുക, ദൈവത്തിലോട് അടിയുറച്ച് വിശ്വസിക്കുക, മുമ്പോട്ട് പോവുക. ദൈവം നമുക്കുള്ള വഴികൾ അവിടെ തുറന്നിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളത് കാണേണ്ട സമയമാകുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. പിന്നെ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമുക്കിപ്പം ഇവിടെ ഇസ്രായേലിൽ 7:30 മണിയായി. ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ 7:30 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ 10 മണിയായി നമ്മുടെ ഇന്ത്യയിൽ. അപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്കിപ്പോൾ വ്യൂസും കുറയുന്നുണ്ട്. എനിക്കറിയില്ല, ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കുന്നു. ഇപ്പം അമ്മമ്മ പുറത്ത് ക്ലബിൽ എന്തോ ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്, അതിന് പുള്ളിക്കാരി പോയിരിക്കുക. വൈകിട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുളിച്ചു, സുന്ദരിയായി. എന്നെ കാണാൻ കൊള്ളാമോ? മുമ്പഴത്തെ കൂറ ലുക്കാണോ അതോ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാടൊന്നും മൂടണമൊന്നും ആയിട്ടില്ല. മുടിയൊന്ന് വെട്ടി, ഒരുപാട് നീളം വേണ്ടാന്ന് കരുതി മുടിയൊന്ന് വെട്ടി.
അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് ത്രെഡ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആൾ പഴയ ആൾ തന്നെ കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന കണക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വൃത്തിയായിട്ടൊക്കെ വേണം നിൽക്കാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, താങ്ക് യു.